ഇതാണ് ഇന്തോനേഷ്യൻ പാസ്റ്റൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഉണ്ടാക്കാം അല്ലേ? ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡോ തയ്യാറാക്കാം. കാരണം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 കപ്പ് ആട്ടപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു 50 grams ഓഫ് ബട്ടറും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് ചപ്പാത്തി പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത മാവ് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കണ്ടേ? ഒരു കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടു വരുമ്പോൾ വട്ടത്തിൽ അരിഞ്ഞ് 2 പച്ചമുളക്, ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് വഴണ്ടു വരുമ്പോൾ ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവേ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് പുഴുങ്ങി വെച്ച ചിക്കനും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല നീളത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു മോൾഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മോൾഡ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ഷീറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് സെയിം പാത്രം കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് സീൽ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാസ്റ്റൽസും ഇതുപോലെ ഫോർക്ക് വെച്ച് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്റ്റൽസ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയിൽ മുങ്ങിക്കിടന്ന് വേണം കേട്ടോ നമ്മുടെ പാസ്റ്റൽസ് ഫ്രൈ ആയി വരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പാസ്റ്റൽസ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കാണാം.